എല്ലാത്തരം തിരിവുകൾക്കും എതിരായിട്ട് നിന്ന ഒരാൾ നമ്മുടെ പശ്ചാത്തലത്തിലുണ്ട്. അയാളുടെ പേര് നസ്രത്തുൽ യേശു എന്നാണ്. പക്ഷേ ക്രിസ്ത്യാനിറ്റി ഭൂമിക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കൊന്നതായിരുന്നു ബ്രദർഹുഡ്. ഏറ്റവും ചെറിയവർ, നഷ്ടമായവർ, വൈകി വന്നവർ, അവർക്ക് വേണ്ടിയുള്ളതാണ് സുവിശേഷം. ഗുരുജനത്തിലേക്ക് സ്നേഹവന്ദനം. ചെറിയൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ വളരെ ഏറെ പ്രിയത്തോടെ ഒരു വ്യക്തി സംസാരിക്കുകയും അങ്ങോട്ടും ഇത്തിരി പ്രാർത്ഥനാ വാഗ്ദാനങ്ങൾ നൽകി പിരിയുകയും ചെയ്തു. അതിനുശേഷം ഒരു കുഞ്ഞു കാര്യം ഞാൻ ഒബ്സർവ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ ഡ്രൈവറുണ്ട്. ഭക്ഷണം കഴിക്കുന്ന നേരമാകുമ്പോൾ അവർ പിരിഞ്ഞു പോകുന്ന 2 ടേബിളിലേക്കാണ്. അത്ര തിരക്കുള്ള ഒരു ഭക്ഷണശാലയൊന്നും ആയിരുന്നില്ല അത്. ഈ ചെറുപ്പക്കാരൻ കുറച്ചധികം ദൂരം മാറി ഇതിൻ്റെ മൂലയ്ക്കൊരു ടേബിൾ കണ്ടെത്തി അവിടെ ഇരിക്കുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ചിരപരിചയം കൊണ്ട് നമുക്കിതിനകത്തൊന്നും കാര്യമായിട്ടൊരു ബുദ്ധിമുട്ടും തോന്നാൻ പാടില്ലാത്ത, പക്ഷെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ യേശുവിൻ്റെ മിഴികളിലൂടെ നോക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിനകത്തൊരു അപാകത ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഒരുമിച്ച് സഞ്ചരിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വരുന്നവർ ഇപ്പോഴും 2 മേശയിലൊക്കെ ഇരിക്കേണ്ടി വരുന്നൊരു ബാധ്യത ഉള്ളിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പുലർത്തുന്നുണ്ടെങ്കിൽ അതിനൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാത്തരം തിരിവുകൾക്കും എതിരായിട്ട് നിന്ന ഒരാൾ നമ്മുടെ പശ്ചാത്തലത്തിലുണ്ട്. അയാളുടെ പേര് നസ്രത്തുൽ യേശു എന്നാണ്. ഓരോ കാര്യങ്ങളും ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി ക്ലെൻസിങ് ആവശ്യമുണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ വ്യക്തിയെ പരാമർശിക്കുമ്പോൾ അദ്ദേഹം മോശപ്പെട്ട മനുഷ്യനെന്നല്ല ഞാനീ പറയാൻ ശ്രമിക്കുന്നത്. ആരും മോശപ്പെട്ടതല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ത് ഭംഗിയായിട്ടൊക്കെയാണ് ഓരോരുത്തർ ഇടപെടുന്നത്. ഇങ്ങനെ ഫ്രഞ്ച് വിപ്ലവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു നമ്മൾ വായിച്ചെടുക്കുന്ന കണക്കാണ്. അന്നിങ്ങനെ ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങൾക്ക് ഭക്ഷണമില്ല എന്ന് പറയുമ്പോൾ, അപ്പമില്ലെന്ന് പറയുമ്പോൾ, അപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് കേക്ക് കഴിച്ചുവിടുന്നൊക്കെ പറഞ്ഞ് ഒരു വളരെ കാലസ് എന്നൊക്കെ നമ്മൾ കരുതാവുന്നൊരു രാജ്ഞിയുണ്ടല്ലോ. അവരവരുടെ മരണത്തിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യുന്നൊരു കാര്യം ഈ ഗില്ലറ്റിലോട്ട് പ്രവേശിക്കുന്നതിനേക്കാൾ മുമ്പേ അവരിതിൻ്റെ മേൽനോട്ടം വഹിക്കാനായിട്ട് നിൽക്കുന്ന ഒരാളുടെ കാലിലൊന്നറിയാതെ ചവിട്ടിപ്പോയി. അയാളുടെ കാല് തൊട്ട് അയാളോട് മാപ്പ് പറഞ്ഞിട്ടാണ് ഈ സ്ത്രീ തൻ്റെ ശിക്ഷയിലേക്ക് പ്രവേശിക്കുന്നത്. മനുഷ്യർ ആത്യന്തികമായിട്ട് നല്ല മനുഷ്യരൊക്കെ തന്നെ ഭംഗിയായിട്ട് ഇടപെടണമെന്നും വിശാലമായിട്ട് ചിന്തിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യരൊക്കെ തന്നെ. പക്ഷെ പ്രശ്നം എൻ്റെയോ നിങ്ങളുടെ അല്ല. കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞിട്ടുള്ള ചില അഴുക്കുകളുണ്ട്. ഈ കാൾജുമൊക്കെ പറയുന്ന കണക്ക് ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഉണ്ട്. ഒരു ചെറിയ പ്രായത്തിനകത്തുനിന്ന് നല്ലതായാലും ചീത്തയായാലും നമുക്ക് ആർജിക്കാൻ പറ്റുന്ന കാര്യങ്ങളുടെ അളവെന്ന് പറയുന്നത് തുലം ചെറുതാണ്. അപ്പം പിന്നെ എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്, എന്തൊക്കെയാണോ നമ്മുടെ ബിഹേവിയറിനെ ഇങ്ങനെ ചിട്ടപ്പെടുത്തുന്നത്, എന്തൊക്കെയാണോ നമ്മളിപ്പോഴും നികുതി കൊടുത്തിരിക്കുന്നത്, വാസ്തവത്തിൽ നമ്മുടെ പ്രശ്നമല്ല, ഈ മനുഷ്യനെന്ന നിലയിൽ നമ്മൾ അടിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ്. അത് വലിയൊരു കട്ടി പാറ കണക്കിങ്ങനെ പതുക്കെ രൂപപ്പെട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ഓർത്തോളണം, പുസ്തകമൊക്കെ പറയുന്ന കണക്ക് സകല ശിലയും തകർക്കാൻ കേൾപ്പുള്ള ഒരു കൂടത്തിൻ്റെ പേരാണ് അവിടുത്തെ വചനം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരം ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ചില കാര്യങ്ങൾക്കകത്തുനിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥന നല്ലതായിരിക്കും. എന്തുമാത്രം തിരിവുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാൻ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചൊക്കെ നമ്മൾക്ക് പഠിക്കാനുണ്ടായിരുന്ന ചെറിയ ക്ലാസ്സിലാണ്. എനിക്കൊന്ന് 7ാം ക്ലാസ്സിലെ ഒരു ലെസണായിരുന്നു ഈ ഫ്രഞ്ച് വിപ്ലവം. കുട്ടികളിൽ അത്തരം ചില സാമൂഹ്യ ബോധമൊക്കെ ആഴപ്പെടുത്താനായിട്ട് ആഗ്രഹമുള്ളൊരു അധ്യാപകനായിരുന്നു ഞങ്ങളുടേത്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ടൊരു കാര്യം അന്നും ഇന്നും എന്നെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഈ മനുഷ്യർ പള്ളിയാണ് ആക്രമിച്ചെന്ന് പറഞ്ഞൊരു സംഭവം. പള്ളിയോട് അടുത്ത് ജീവിക്കുകയും ഇങ്ങനെ വോൾട്ടർ ബോയ്സിൻ്റെയൊക്കെ കൂട്ടത്തിൽ പെടുകയും പള്ളി വലിയൊരു പ്രധാനപ്പെട്ട ഇടമൊക്കെ ആയിട്ട് കരുതുന്ന ഒരു പരിസരത്തെ, പള്ളി സ്കൂളിൽ ഇരുന്നുകൊണ്ടാണ് നമ്മളിത് കേൾക്കുന്നത്, ഈ പള്ളിക്കെതിരായിട്ടുള്ള ആക്രമണമായിരുന്നു.
പക്ഷെ അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ പള്ളിയിൽ നിന്ന് മുഴങ്ങേണ്ട ചില പദങ്ങൾ പള്ളി മറന്നുപോയപ്പോഴാണ് അതിങ്ങനെ തെരുവിൽ നിന്ന് മനുഷ്യർക്ക് ഉറക്കെ നിലവിളിച്ചും ആക്രോശിച്ചും പറയേണ്ടതായിട്ട് വന്നാണ് പറയുന്നത്. എന്തൊക്കെയായിരുന്നു ആ പള്ളിയിൽ നിന്ന് മുഴങ്ങേണ്ട ആ പദങ്ങൾ? ഒന്ന് ഈ ലിബർട്ടി എന്ന് പറഞ്ഞ സംഭവമാണ്. ഇങ്ങനെ പല തട്ടുകളിൽ ആവശ്യമുള്ള ഒരു സ്വാതന്ത്ര്യബോധം. 2 ഈ സമത, അല്ലെങ്കിൽ അതിനൊക്കെ കൂടുതലായിട്ട് ഈക്വാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇങ്ങനെ ഒരേപോലെ കാണുക എന്ന് പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. പക്ഷേ അതിനകത്ത് നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈക്വിറ്റി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അത് എനിക്കൊന്ന് കുറച്ചുകൂടി ഒരു പുതിയ ഒരു സങ്കല്പമാണ്. പിന്നീട് മുമ്പോട്ട് വരുമ്പോൾ ഫ്രട്ടേണിറ്റി, സാഹോദര്യം. ഇതിൻ്റെയൊക്കെ ഒരു ചരിത്രം നമ്മൾ പഠിച്ചു ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ ആരംഭിക്കുന്നത് ഈ ആദിമസഭ എന്നൊക്കെ. കാരണം ആദിമസഭ യേശുവിൽ നിന്ന് അധികം ദൂരത്തല്ല. അന്തരീക്ഷത്തിൽ അവൻ്റെ വാക്കും അരികത്ത് അവൻ്റെ സാന്നിധ്യവും ഒക്കെ കൃത്യമായിട്ട് പിടുത്തം കിട്ടി അതിൻ്റെ പ്രകാശത്തിൽ ജീവിച്ചൊരു സമൂഹം എന്ന നിലയിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട മൂല്യങ്ങൾ ഇത് തന്നെയായിരുന്നു. ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ സുവിശേഷം മുഴുവൻ നമ്മളൊന്ന് അടുക്കും ചിട്ടിലൊക്കെ ഒന്ന് ഒതുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട്ട് ഇതെല്ലാം വേണമെങ്കിൽ ഒതുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ സ്വാതന്ത്ര്യം, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സംഭവം. അതുപോലെ മനുഷ്യർ വിചാരിച്ചിരുന്ന സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഈ ചുമരിലെ മുഖം മാറിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം അനുഭവിച്ചെന്നുള്ളതാണ്. യേശു ആവട്ടെ ഈ അകത്തും പുറത്തുള്ള മുഖത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എത്ര ആവർത്തി കേൾക്കുമ്പോഴും പുതിയ പുതിയ ധ്വനികൾ തരുന്ന ആ വാക്കൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇതൊരു മുഴക്കം. അത് ദൈവത്തെക്കുറിച്ച് വ്യക്തമായ തെളിമയുള്ള കാഴ്ചപ്പാടുകൾ അനുഭവിക്കുമ്പോൾ മാത്രം ഒരാൾക്ക് ലഭിക്കുന്ന അനുഭൂതിയുടെ പേരെ സത്യം എന്ന് പറയാം. റൈറ്റ് പെർസെപ്ഷൻ ഈസ് ട്രൂത്ത് എന്നൊക്കെയാണ് നമ്മൾ അതിനെ വായിച്ചെടുക്കേണ്ടത്. ഇതൊരു ഗാർഡനാണ്. ഈ ഗാർഡനിൽ എന്തോ ഒന്ന് അനങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതിവിടെ നോക്കുമ്പോൾ ഒന്ന് കയറുന്നോ അല്ലെങ്കിൽ പാമ്പെന്നോ നിങ്ങൾക്ക് അനുഭവപ്പെട്ടെന്നിരിക്കും. അരികിലെത്തിക്കഴിയുമ്പോൾ ഇതിനെ കാണാവുന്നൊരു മേഖലയിലോട്ട് പ്രവേശിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്നും തെളിയും. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ബോധത്തിൻ്റെ പേരാ സത്യം. അപ്പോൾ എന്തിനോടും ഈ കുറച്ചുകൂടി അടുത്തും എന്തിനോടും ഇങ്ങനെ വ്യക്തമായിട്ടുമൊക്കെ എത്തുമ്പോൾ കിട്ടുന്ന അനുഭൂതിയാണ് ഈ സത്യം എന്ന് പറയുക. അപ്പോൾ സത്യത്താൽ സ്വതന്ത്രമാക്കപ്പെട്ടൊരു പുതിയ സമൂഹം രൂപപ്പെടുകയാണ്. അവർക്കിങ്ങനെ നേരെ നിൽക്കാനുള്ള ചില സാഹചര്യങ്ങളും സൃഷ്ടിക്കാനായിട്ട് അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ആ സൗഖ്യ ശുശ്രൂഷകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിചാരം ഇങ്ങനെ സുവിശേഷത്തിൽ രേഖപ്പെടുന്ന കണക്ക്. അതാണല്ലോ നമ്മളൊരു റെഫറൻസ് എന്ന് പറയുന്നത്. 2 ഇടത്തിലും മാത്രമേ ഈ മനുഷ്യർ അഭ്യർത്ഥിക്കാതെയോ അതിലൂടെ കടന്നു പോകുന്ന ആവശ്യപ്പെടാതെയോ അയാൾക്ക് ചുറ്റുമുള്ളൊരു പരിസരം ആവശ്യപ്പെടാതെ യേശു ഇങ്ങനെ തൻ്റേതായ രീതിയിലൊരു സൗഖ്യ ശുശ്രൂഷ കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത്. രണ്ടിങ്ങനെ നട്ടലിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കേൾക്കുമ്പോൾ ചിലപ്പോൾ സില്ലിയായിട്ട് ഞങ്ങൾക്ക് തോന്നും. ഇന്നിങ്ങനെ 38 വർഷമായിട്ട് തളർന്നു കിടക്കുന്നൊരു മനുഷ്യനെ തളർവാദ രോഗി സൗഖ്യപ്പെടുത്തണം, നേരെ നിൽക്കാനായിട്ടാണ്. മറ്റൊന്നൊരു ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ കൂനിപ്പോയൊരു സ്ത്രീയുടെ കൂനി നേരെയാക്കിക്കൊണ്ട് പുരുഷനും സ്ത്രീയുമൊക്കെ നേരെ നിൽക്കുന്നൊരു കാലം ഏതെങ്കിലുമൊക്കെ തരത്തിൽ സംഭവിക്കേണ്ട അനുഭവത്തിൻ്റെ പേരാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വലിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. പിന്നെ ഭയങ്കരമായ ഈക്വാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇങ്ങനെ മനുഷ്യർക്ക് തുല്യത എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. എല്ലാത്തരം തുല്യതകളിൽ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലംഘിച്ചുകൊണ്ടിരുന്ന ഒരു നിലനിൽപ്പിൻ്റെ പേരായി മനുഷ്യൻ എന്ന് പറയുന്നത്. മിഷേൽ ഫുക്കോക്കെ പറയുന്ന കണക്ക് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ പുതിയ കണ്ടുപിടുത്തം. മാൻ ഈസ് എ ന്യൂ ഇൻവെൻഷൻ എന്ന് പറയുന്ന സംഭവമാണ്. കാരണം ഇപ്പം നമ്മൾ മനുഷ്യൻ എന്ന നിലയിൽ ഗണിക്കുന്ന എല്ലാ കാര്യങ്ങളും താരതമ്യേനെ പുതുതായിട്ട് രൂപപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. അത് നിങ്ങൾ ഏതെടുത്താലും നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പോൾ കരുണയുള്ള പുരുഷൻ എന്നൊക്കെ പറയുന്നൊരു സംഭവം ഒരു കാലത്തും ഒരു പുരുഷൻ്റെ മൂല്യമായിട്ട് കണക്കാക്കപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ പൊറുക്കുന്ന മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് യുദ്ധങ്ങളിൽ മാത്രം എന്നും ജീവിച്ചുകൊണ്ടിരുന്ന കാലാകാലങ്ങളായിട്ടുള്ള ഒരു സംസ്കാരത്തിനും പിടുത്തം കിട്ടത്തില്ല. അപ്പോൾ താരതമ്യേന പുതിയൊരു സങ്കല്പത്തിൻ്റെ പേരാ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പുതിയ മനുഷ്യൻ്റെ സങ്കല്പങ്ങളിലാണ് ഈ തുല്യത എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ആരംഭിക്കുന്നത്. യേശു തുല്യതയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതി എനിക്ക് തോന്നുന്നു ആ ജെൻഡർ എന്ന് പറയുന്നൊരു തുല്യതയാണ്. കാരണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പിന്നീട് ഇങ്ങനെ മനുഷ്യൻ ആരോപിച്ചതാണ്. ഇത് സൃഷ്ടിയോടുകൂടി തന്നെ സംഭവിക്കുന്ന ഒരു വ്യത്യാസമുണ്ട്. ജെൻഡർ ഡിഫറൻസ് എന്ന് പറയുന്നുണ്ട്.
അതിനകത്ത് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുരുഷൻ രൂപപ്പെടുത്തിയ ചരിത്രവും പുരുഷൻ രൂപപ്പെടുത്തിയ മതഗ്രന്ഥങ്ങളുമൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ അവളുടെ ഒരു ജെൻഡർ അത്ര തുല്യതയുള്ളൊരു കാര്യമായിട്ട് പലരും ഗണിച്ചിട്ടില്ല. യേശു ആവട്ടെ ചില വ്യക്തമായ ചില സൂചനകൾ നൽകിക്കൊണ്ടാണ് അത്തരം ചില കാര്യങ്ങൾ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇപ്പോൾ വംശാവലി തന്നെ എടുക്കുക, യേശുവിൻ്റെ വംശാവലി. യേശുവിൻ്റെ വംശാവലി എന്ന് പറയുമ്പോൾ അക്കാലത്തുള്ള മിക്കവാറും ആരുടെ വംശാവലി എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് രേഖപ്പെടുത്തുന്ന പേരുകൾ ഇങ്ങനെ പുരുഷന്മാരുടെ പേരുകളാണ്. യേശുവിൻ്റെ അതിനകത്ത് ഇങ്ങനെ താമാർ വരുന്നുണ്ട്, റൂത്ത് വരുന്നുണ്ട്, ബത്ഷീബ എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ ഇടറിപ്പോയെന്നൊക്കെ കരുതുന്ന സ്ത്രീയുണ്ട്. താമാറും ഏതാണ്ട് അതേ പശ്ചാത്തലത്തിൽ തന്നെ വരുന്ന ഇങ്ങനെ മേരി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ സ്ത്രീകളിലൊക്കെ വംശാവലിയിലേക്ക് വരുന്ന വിധത്തിൽ പുതിയൊരു ചരിത്രം ആരംഭിക്കാൻ പോവുകയാണ്. പിന്നെ നിങ്ങൾ വെറുതെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഉടനീളം യേശു അവർക്ക് കൊടുത്തൊരു തുല്യത എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ചിലപ്പോൾ ഇത്തിരി കൂടുതലായിട്ട് എക്സൈറ്റഡ് ഇത് പറയുന്നതായിരിക്കും. ഒരു കഥ പറയുമ്പോൾ പോലും ഒരു കഥയ്ക്കകത്ത് പുരുഷനാണെങ്കിൽ അതിനോടടുത്ത ഒരു കഥ പറയുമ്പോഴൊക്കെ അതിനകത്ത് സ്ത്രീ കഥാപാത്രത്തെ യേശു രൂപപ്പെടുത്തുന്നത് ഉദാഹരണമായിട്ട് ഇത്തിരി ചിലപ്പോൾ കാരിഡ് ഓഫായിട്ട് പറയുന്നതായിരിക്കാം. എന്നാൽ പോലും എവിടെ അതിനകത്ത് ചില സത്യമൊക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഇടയൻ നാട് നഷ്ടപ്പെട്ട കഥ പറയുമ്പോഴേക്കും തൊട്ടടുത്ത് നമ്മൾ വായിച്ച് കേൾക്കുന്നത് ഇങ്ങനെ ഒരു സ്ത്രീക്ക് തന്നെ നാണയം നഷ്ടപ്പെട്ട കഥയാണ്. അപ്പോൾ ഇങ്ങനെ കഥ പറയുമ്പോൾ പോലും അതിന് അനുപാതങ്ങൾ നിലനിർത്താനൊക്കെ ആയിട്ട് ശ്രമിച്ച ഒരാളെന്ന നിലയിലൊക്കെ പോലും യേശു ഇന്ന് ഭംഗിയായിട്ട് വായിക്കപ്പെടുന്നുണ്ട്. ഒരു സമതയുണ്ട്. ഇപ്പോൾ പോലും ഒരു പക്ഷേ ഈ പറഞ്ഞ തുല്യതയൊക്കെ നമ്മുടെ ബോധത്തിൽ ഇങ്ങനെ അധികം ആഴത്തിൽ പതിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞ കണക്കാ, അവരിങ്ങനെ പെൺകുട്ടികൾ മാത്രമുള്ളൊരു വീട്ടിലാണ്, നല്ല പഠിത്തവും ഇങ്ങനെ കുറച്ച് പുരോഗമന ചിന്താഗതിയുമൊക്കെ ഉള്ള വീടെന്ന നിലയിൽ പെൺകുട്ടിയായിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അവർക്ക് തോന്നാത്ത വിധത്തിൽ അത്രയും ഭംഗിയായിട്ടാണ് പേരൻസ് അവരെ കൊണ്ടുവന്നിട്ടുള്ളത്, ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും തോന്നിയിട്ടില്ലെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വ്യത്യാസം. പക്ഷെ അകപ്പാട് അവൾക്ക് അതിന് വലിയൊരു സംശയം ഉണ്ടാകുന്നത്, ഇവൾക്കൊരു ആൺകുട്ടി പിറക്കുമ്പോൾ അച്ഛനും അമ്മയും കാട്ടിയ ഒരു അമിതാഹ്ലാദത്തിൽ നിന്ന് കഴിഞ്ഞ 10-30 വർഷമായിട്ട് തങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നു തോന്നൽ ഇവർക്കുണ്ടായി. ഇപ്പം എത്ര ഭംഗിയായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും ചില കാര്യങ്ങളുടെ വേരുകൾ ഇപ്പോഴും അഗാധമാണ്. ആ ഒരു ജനറായ കാര്യങ്ങളിൽ പെൺകുട്ടി എന്ന നിലയിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തുമ്പോൾ പോലും നമ്മുടെ ബോധത്തിൽ അത്രയും പ്രകാശമൊന്നും ഇപ്പോഴും വന്നു വീണിട്ടില്ല. അവിടം തൊട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കകത്തും ഒരു ഈക്വാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു യേശു പറയാൻ സാധിച്ചത്. അസൽ യേശുവിൻ്റെ ഈ ഭക്ഷണമേശ പോലും വാസ്തവത്തിൽ അതിനു വേണ്ടിയുള്ളായിരുന്നു. ഒരേപോലുള്ള മനുഷ്യർ മാത്രം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുള്ള കാലത്തിൽ ആരുടെയും വിരുന്നുമേശകളിലേക്ക് സ്വാഗതം ചെയ്യപ്പെടാത്ത കുറച്ച് മനുഷ്യർ സൊസൈറ്റിയിലുണ്ടായിരുന്നു. അവരായിരുന്നു വാസ്തവത്തിൽ അവൻ്റെ ഭക്ഷണമേശയുടെ പങ്കാളികളാണ്. ശേഷം ഈ ചുങ്കക്കാരെന്ന് പറയുന്നത് റോം ഓൾറെഡി കീഴ്പ്പെടുത്തിയ ദേശമാണിത്. ആ ദേശത്തുള്ള മനുഷ്യരിൽ നിന്ന് റോമിന് വേണ്ടി ഇങ്ങനെ പണം പിരിക്കുന്ന മനുഷ്യരാണ് ഈ ടാക്സ് കളക്ടേഴ്സ്, ചുങ്കക്കാരെന്ന് പറയുക. സ്വാഭാവികമായിട്ട് ഇവർക്ക് ഒരു ട്രേറ്ററുടെയൊക്കെ ഒരു റോളാണ്, ചതിയൻ്റെയൊക്കെ റോളാണ്. കാരണം അത്രയും ഞങ്ങൾ വെറുക്കുന്ന ഒരു ദേശത്തിന് വേണ്ടി കപ്പം പിരിക്കുന്ന മനുഷ്യരാണ്. അതിൽ തന്നെ കാര്യമായിട്ടൊരു നിർദ്ദേശങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയൊരളവിൽ ധനം അപഹരിക്കുന്ന രീതി പോലും അവർക്കുണ്ടായിരുന്നു. സക്കവൂസിൻ്റെ ഒക്കെ കഥയ്ക്കകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ അനാവശ്യമായിട്ട് ഇങ്ങനെ അനീതിപരമായിട്ട് ശേഖരിച്ച ധനത്തെക്കുറിച്ചൊക്കെ സക്കവൂസ് വ്യാകുലത്തിനാവുന്നുണ്ട്. അപ്പോൾ ഗണികകളാണ് അത് എല്ലാ കാലത്തിലും ആ സ്ത്രീയുടെ അത്തരം ചില ജീവിത രീതികൾ ഒരു കാലവും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു വാസ്തവത്തിൽ യേശുവിൻ്റെ മേശയിലെ പങ്കാളികൾ. അപ്പോൾ പുതിയൊരു മേശ ഉണ്ടാവുകയാണ്. മേശയിലൊരു നിയമം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ മേശയിൽ മാത്രമാണ് മനുഷ്യന് ഈ പക്ഷാഭേദം കാണിക്കാനായിട്ട് അവകാശമില്ലാത്തൊരിടമെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ചൊല്ലുപോലും ഉണ്ടല്ലോ, ഇങ്ങനെ പന്തിയിൽ പക്ഷാഭേദം പാടില്ലെന്നുള്ളത്. ഇത് വിളമ്പുന്നൊരു സദ്യയിലൊക്കെ വിളമ്പുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, എത്ര പ്രമുഖനായ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാലും അയാളുടെ അടുത്തു നിന്നല്ല ഈ ഭക്ഷണം വിളമ്പുന്ന ആരംഭിക്കുന്നത്, അറ്റത്തുനിന്ന് അവസ്ഥയിലെ ഒരു കാര്യവും പ്രത്യേകമായിട്ട് ഒരാൾക്ക് കൊടുക്കുകയോ ഒരു പ്രത്യേക കാര്യമായിട്ട് നിഷേധിക്കുകയോ ചെയ്യാത്ത ഒന്നിൻ്റെ പേരാണ് ഈ മേശയുടെ സംസ്കാരം. ആ ടേബിൾ ഒരു കൾച്ചറുണ്ട് വാസ്തവത്തിൽ.
അപ്പോൾ ഇതൊക്കെ വലിയ സമതയുടെ ആഘോഷങ്ങളായിട്ട് തന്നെയാണ് യേശു എടുത്തത്. അതിനകത്തു നിന്നാണ് ഈ കുർബാന വരുന്നത്. കുർബാന ഈ ഒരു മേശയുടെ തന്നെ തുടർച്ച തന്നെയാണ്. അപ്പോൾ എല്ലാത്തരം മനുഷ്യരും ഒരുമിച്ച് പങ്കുചേരുന്ന വിരുന്നുമേശയായിട്ടൊക്കെയാണ് അതിപ്പോഴും അവിടുത്തെ ഓർമ്മ നിലനിൽക്കുന്നത്. അങ്ങനെ വലിയ സമതയുടെ പാഠങ്ങളായിരുന്നു നിശ്ചയമായിട്ടും നമുക്ക് വേണ്ടി അവിടുന്ന് കരുതി വെച്ചിരുന്നത്. പിന്നെ ആ സാഹോദര്യം എന്ന് പറഞ്ഞൊരു വാക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്നൊരു വാക്കാണ്. ഇങ്ങനെ ദൈവം അപ്പനാണെന്ന് പിടുത്തം കിട്ടിക്കഴിയുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു പ്രകാശത്തിൻ്റെ പേരാണ് സാഹോദര്യം എന്ന് പറയുന്നത്. തൻ്റെ അപ്പൻ എന്ന് വിളിച്ച ഒരാളുടെ ആ പ്രകാശത്തിൽ ആ പുതിയ വാക്കിന് വല്ലാത്ത പ്രകാശമുണ്ടായി. പക്ഷേ ക്രിസ്ത്യാനിറ്റി ഭൂമിക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കൊന്ന് അതായിരുന്നു ബ്രദർഹുഡ് എന്ന് പറഞ്ഞ വാക്കാണ്. അതിനു മുമ്പ് എവിടെയെങ്കിലുമൊക്കെ അത്തരമൊരു പദം ഇങ്ങനെ പൊതുവെ ഉപയോഗിക്കപ്പെട്ടതായിട്ട് നമ്മൾ കരുതുന്നില്ല. എന്തൊക്കെയാണോ നമ്മൾ പറഞ്ഞ് തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്, എന്തൊക്കെയാണോ ആ ഫ്രഞ്ച് വിപ്ലവത്തിൽ മുഴങ്ങിയത് അതൊക്കെ നിശ്ചയമായിട്ടും പഠിപ്പിച്ച ക്ലാസ് മുറിയുടെ പേരായിരുന്നു സഭ. എന്നിട്ടും ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിൻ്റെ മീതെയുള്ള ശ്രദ്ധ എങ്ങനെയോ സഭയ്ക്ക് കൈമോശം വന്നു. പലതിനകത്തും ഇങ്ങനെ കോംപ്രമൈസുകളുടെയൊക്കെ ഒരു കാലം വന്നു. വാസ്തവത്തിൽ ഈ ഫ്രഞ്ച് വിപ്ലവം മറഞ്ഞു പോയ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മറന്നുപോയ ചില കാര്യങ്ങളെ തിരിച്ചെടുക്കാനായിട്ട് സഭയ്ക്ക് കിട്ടിയ ഒരു സ്വാഭാവിക ക്ഷണമായിട്ട് അതിനെ വ്യാഖ്യാനിച്ചാൽ നല്ലതാണ്. എല്ലാ ചരിത്രവും നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഇങ്ങനെയാണ്. ദൈവം ഈ വളഞ്ഞ രേഖകളിൽ കൂടെയും നമുക്ക് വേണ്ടി ചില നേര് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ താരതമ്യേന പുതിയ കാലത്തിൻ്റെ മൂല്യമായിട്ട് ഈ മനുഷ്യൻ പറയുന്ന പുതിയ പദത്തിൻ്റെ ഇൻവെൻഷനോടുകൂടി മാത്രം പ്രസക്തമാകുന്ന ആ പദങ്ങളുടെ 12,000 വർഷങ്ങളുടെ ചരിത്രം ജീനുകളിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യർ അറിഞ്ഞോ അറിയാതെയൊക്കെ സംഭവിക്കുന്ന ഇത്തരം തുല്യതയില്ലാത്ത നിലപാടുകൾ, തുല്യതയില്ലാത്ത സമീപനങ്ങൾക്കകത്തുനിന്ന് എന്തുമാത്രം ഖേദത്തോടെ പിൻവാങ്ങേണ്ട വൈകിയ നേരമാണെന്ന് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കുറേ കൂടി ഭംഗിയുള്ളൊരു കാലം വരും. എൻ്റെ ഒരു ഒരു നിരീക്ഷണം കൂടി ഒന്ന് പറഞ്ഞ് ഇത് പതുക്കെ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് അവസാനിപ്പിക്കേണ്ട ഒരു നേരമാകുന്നു. നമ്മളീ പറയുന്ന പുരാതന ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നൊരു വിശേഷണം പോലും ഒരു വീണ്ടും വിചാരത്തിന് വിധേയപ്പെടുത്തേണ്ടത്. കാരണം പുരാതനമെന്ന് പറയുന്ന ആ നിമിഷം തന്നെ കുറേ കൂടി വൈകി വന്നവർ ഉണ്ടെന്ന് പറയുന്നൊരു കാര്യം പശ്ചാത്തലത്തിലുണ്ട്. കാരണം പുരാതനവും ആധുനികവും എന്നൊക്കെ പറയുമ്പോൾ ആധുനികമെന്ന സമൂഹ പശ്ചാത്തലത്തിൽ പറയുന്ന അത്രയും ഭംഗിയായിട്ടല്ല ഈ താരതമ്യേന പുതുതായിട്ട് ഈ ക്രിസ്ത്യാനിറ്റിയിലോട്ട് വന്ന മനുഷ്യർക്ക് ലഭിക്കുന്ന വിശേഷണങ്ങളാണ്. നമ്മൾ മാർഗവാസികൾ എന്നൊക്കെ പറയുന്നൊരു പദം വാസ്തവത്തിൽ അതെൻ്റെ ഏറ്റവും ശരിയായ പദമാണ്. എല്ലാ അർത്ഥത്തിലും പുതിയൊരു മാർഗത്തിലേക്ക് ചില മനുഷ്യർ വന്ന ഒരു കഥയുടെ പേരാണ് ഈ ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ പദം കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഭംഗിയില്ലാത്തൊരു പദമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നെഗറ്റീവായിട്ടുള്ളൊരു പദമായിട്ടൊക്കെയാണ് നമ്മുടെ ഒരു ഭാഷയിൽ ഉപയോഗിക്കപ്പെടുന്നത്. എൻ്റെ ഏറ്റവും വലിയ ഐറണി എന്ന് വെച്ചെന്നാൽ ഈ പുരാതന ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെതായിട്ട് കരുതുന്ന മാർഗ്ഗംകളി എന്ന് പറഞ്ഞ വാക്കിനകത്തെ മാർഗം കുറേ കൂടി കുലീനമാണെന്ന് കരുതുകയും വലിയ അളവിൽ ദളിത് സമൂഹം ക്രിസ്ത്യാനിറ്റിലോട്ട് വന്ന ആ മാർഗം കൂടിയെന്നൊക്കെ പറയുന്ന വാക്കിനകത്ത് നെഗറ്റീവ് ഷെയ്ഡും ഉണ്ടായെന്ന് പറയുന്നത് തന്നെ എന്തൊരു മോശപ്പെട്ട പശ്ചാത്തലമാണ്. അപ്പോൾ കുറേ കൂടി ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള പല കാലങ്ങളായിട്ട് ചെയ്തിട്ടുള്ള ചില അപരാധങ്ങൾക്ക് വേണ്ടി മാപ്പ് പറയേണ്ട, കാര്യങ്ങളെ പുനഃക്രമീകരിക്കേണ്ട വൈകിയ വേളയാണെന്ന് കൂടി ഇതിനെടുത്താൽ നല്ലതാണ്. ഈ ദളിത് ഒരു വായനകളൊക്കെ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ലഭിക്കുമ്പോഴാണ് പിടുത്തം കിട്ടുന്നത് എന്തുമാത്രം കൈപ്പിഴകളാണ് സമൂഹവും സംസ്കാരവുമൊക്കെ അവരുടെ മേൽ നൽകിയിട്ടുള്ളത്. ഇതുമാത്രം ഇപ്പോൾ ജയമോഹൻ്റെയൊക്കെ ചില നോവലുകളൊക്കെ വായിക്കുമ്പോൾ നായടി സമൂഹത്തിൽ നിന്നുള്ള ഒരാളിങ്ങനെ IAS ഓഫീസറാകുന്നു, അയാൾ കളക്ടറായി കഴിയുമ്പോഴേക്കും അയാൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ഒരു കസേര അവർ മാറ്റുന്ന, കാരണം കാലാകാലങ്ങളായിട്ട് ആ കസേര ഇരുന്നതൊക്കെ കുറേ കൂടി ഉന്നത കുലജാതരെന്ന് കരുതപ്പെടുന്ന മനുഷ്യരാണ്. അപ്പോൾ താരതമ്യേന സമൂഹം താഴേക്കിടയിലെന്ന് ഗണിക്കുന്ന ഒരിടത്തിൽ നിന്ന് ഒരു ഓഫീസർ വരുമ്പോൾ അയാൾ ഈ കസേര ഉപയോഗിക്കണം അവർ തീരുമാനിക്കുകയാണ്, ഇയാൾക്ക് വേണ്ടി പുതിയ കസേര ഇടുക. അങ്ങനെ എന്തുമാത്രം വിവേചനങ്ങളുടെ ഒരു പൊള്ളലിലൂടെ കടന്നുപോയ ഒരു സമൂഹത്തിൻ്റെ അത്തരം വിധികൾക്കകത്ത് കൃത്യമായൊരു പങ്ക്
നമ്മളീ പറയുന്ന ഈ പറഞ്ഞ പുരാതന ക്രിസ്ത്യൻ സമൂഹത്തിന് കൂടിയുണ്ട്. അതൊരിക്കലും ഭംഗിയോടുകൂടി ആയിരുന്നില്ല അവരെ കണ്ടത്. അതിൻ്റെയൊക്കെ പൊള്ളലിലൊക്കെ ഇതിനെ ഉപേക്ഷിച്ച് പോയ ഒട്ടനവധി മനുഷ്യരുണ്ട്. തങ്ങളുടെ ഒരു പ്രത്യേക ഇടത്തിൽ കാലത്തിൽ തങ്ങൾക്ക് കിട്ടാതെ പോയ ഒരു പുതിയ സമഭാവന ഈ ഒരു സംസ്കാരത്തിൽ കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ട് അതിലോട്ട് വന്നിട്ട് അതിനെ തങ്ങൾ അനുഭവിച്ചതിനേക്കാൾ നിരാശയുള്ള ഇടങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മടങ്ങിപ്പോയ മനുഷ്യരുടെയൊക്കെ കഥകൾ ഇതിനകത്തുണ്ട്. അതിലൊന്ന് നിശ്ചയമായിട്ട് ഈ പൊയ്കലപ്പച്ചൻ്റെ കഥയാണ്. ആ പൊയ്കലപ്പച്ചൻ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഏറ്റവും ശക്തരായ പ്രഘോഷമുള്ള ഒരാളായിരുന്നു. കണിശൂളം എന്നൊക്കെ പറഞ്ഞൊരു കാലിച്ചന്തയുണ്ട് ഈ മധ്യ തിരുവിതാംകൂറിൽ. അവിടെ ഒരു കാലികൾ വിൽക്കാനും വാങ്ങാനും വേണ്ടി ഒരു ദിവസത്തിൽ പെട്ടെന്നൊരു ദിവസം ഒരു സംഘം ചങ്ങാതിമാരുമായിട്ട് ഈ മനുഷ്യൻ ഈ ചന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. അയാൾക്ക് ഉറക്കമുള്ള ശബ്ദമുണ്ട്. അയാളിങ്ങനെ ഉറക്ക വിളിച്ച് പറയുകയാണ്, എൻ്റെ കൈവശം ഒരു കാളക്കൂറ്റിനുണ്ട്. വളരെ ശക്തനായൊരു കാളയാണ്. ഇന്നോളം നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കാളയാണ്. പക്ഷേ ആ കാളയ്ക്കൊരു കുഞ്ഞു പ്രശ്നമുണ്ട്. അതിനെ 4 ചെറിയ ചരട് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ ചരട് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? 1 മത്തായി, 2 മാർക്കോസ്, 3 ലൂക്ക, 4 യോഹന്നാൻ. അങ്ങനെ ഈ ചരടുകളിൽ കെട്ടപ്പെട്ട യേശു എന്ന് പറയുന്ന ആ കാളയെ, ആ ചൈതന്യത്തെ നമുക്ക് കുറച്ചുകൂടി സ്വതന്ത്രമാക്കണ്ടേ? പുസ്തകങ്ങളിൽ നിന്ന് യേശുവിനെ മോചിപ്പിക്കുക, പുസ്തകങ്ങളിൽ നിന്ന് വാക്ക് ശരീരമാകുക എന്ന് പറയുന്നതിൻ്റെ ആ ഭംഗിയുള്ളൊരു മെറ്റഫറാണ്, വിശദീകരണമാണ് അത്. അത്രയും ഈ ക്രിസ്തോചിതമായിട്ടും ക്രിസ്തു കേന്ദ്രിതമായിട്ട് ജീവിക്കുകയും പ്രഭാഷണങ്ങൾ ഏർപ്പെടുകയും ഒക്കെ ചെയ്ത ഈ മനുഷ്യന് വൈകാതെ മനസ്സിലായി താൻ എവിടം വിട്ടാണോ വന്നത് അതിനേക്കാൾ ഭേദപ്പെട്ട തുല്യതയോ പരിഗണനയോ താൻ എത്തിയിരിക്കുന്ന ഈ പുതിയ ഇടത്തിലില്ല. അതിൽ മനം നുറങ്ങിയിട്ട് ഈ വ്യക്തി ചെയ്യുന്നൊരു കാര്യം, അത്രയും കാലം നെഞ്ചോട് അടുക്കി പിടിച്ചിരുന്ന ബൈബിള് തിരുവല്ലക്കടുത്തൊരു പള്ളിയുടെ മുമ്പിൽ കൊണ്ടുപോയി കത്തിച്ച് കളയുക. പിന്നീടാണ് ഈ പറയുന്ന പൊയ്കയിൽ അപ്പച്ചൻ ഈ കുമാരഗുരു എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് പതുക്കെ പരിണമിക്കുന്നത്. പുറത്തൊരിടത്തും നമുക്ക് രക്ഷയില്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ രക്ഷ കണ്ടെത്തണമെന്നൊക്കെ പറയുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ രൂപപ്പെടുത്തി അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ധർമ്മമൊക്കെ രൂപപ്പെടുത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ചില കവിതകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ യൂട്യൂബിലൊക്കെ തപ്പിയെടുത്ത് കാണാവുന്നതാണ്. പുലയനൊരു പള്ളി, മരക്കാനൊരു പള്ളി എന്നൊക്കെ പറയുമ്പോൾ അത് ആ കാലത്തിൻ്റെ മാത്രം ഒരു ചിത്രമായിട്ട് എടുക്കണ്ട. ഇപ്പോൾ പോലും നമ്മുടെ കണക്കുള്ള 2024 പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തിനോട് യേശു പറ്റി നിൽക്കാൻ ആഗ്രഹിച്ചോ അതിനകത്തുനിന്ന് തിരിഞ്ഞു നടന്ന ഒരു സഭാഗാത്രത്തിൻ്റെ റിഗ്രറ്റ് ചെയ്യാനുള്ള വൈകിയ വേളയാണിതെന്ന് പറയാനായിട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എവിടേക്കാണ് മടങ്ങിപ്പോകേണ്ടത്? സർഗാരോഹണ നേരത്ത് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഗലീലിലേക്ക് മടങ്ങിപ്പോവുക. കാരണം യേശുവിൻ്റെ ഏറ്റവും വലിയ പേടി ഇതിങ്ങനെ ജെറൂസലേമിൽ കുരുങ്ങിപ്പോകുന്നുള്ള. ജെറൂസലേം എന്ന് പറയുന്നത് ഇങ്ങനെ ധനത്തിൻ്റെയും അധികാരത്തിൻ്റെയും അവിശുദ്ധ രാഷ്ട്രീയ ബന്ധങ്ങളുടെയും മതസംസ്കാരത്തിൻ്റെയും ഒക്കെ ഇടവാണ്. അവിടെ കുരുങ്ങിപ്പോകുമെന്ന് പേടിച്ചിട്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഗലീലിലേക്ക് മടങ്ങിപ്പോകണം. സഭ ആരംഭിച്ചത് വിളിമ്പിലെ മനുഷ്യർക്ക് വേണ്ടിയാണ്. വിളിമ്പിലെ മനുഷ്യരുടെ കൃത്യമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പായിരുന്നു വാസ്തവത്തിൽ അതിൻ്റെ ആദ്യകാല ധർമ്മങ്ങളിലൊന്ന്. പിന്നീട് എപ്പോഴോ അതിൽ നിന്നൊക്കെ അകന്നു പോയ സഭയ്ക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യർക്ക്, അതിനെ സ്നേഹിക്കുന്ന മനുഷ്യർക്കൊക്കെ ആ വാക്ക് ഒന്നുകൂടി ഈ രാത്രിയിൽ വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. വരൂ, നമുക്ക് ഗലീലിലേക്ക് മടങ്ങിപ്പോവാം. എൽക്കുബെന്ന് നമ്മൾ പറയുക, ദ ലീസ്റ്റ്, ലോസ്റ്റ് ആൻഡ് ലാസ്റ്റ്. അതായിരുന്നു യേശുവിൻ്റെ പരിഗണന. ഏറ്റവും ചെറിയവർ, നഷ്ടമായവർ, വൈകി വന്നവർ, അവർക്ക് വേണ്ടിയുള്ളതാണ് സുവിശേഷം. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.